ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്പ്യൂട്ടറിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കമ്പ്യൂട്ടർ എത്രത്തോളം നമ്മുടെ ലോകത്തിന് ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മുടെ വേൾഡിനെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയിപ്പോൾ വെതർ ആയാലും ഹെൽത്ത് ആയാലും അല്ലേ, നമ്മുടെ എക്കണോമിക് കണ്ടീഷൻ ആണെങ്കിലും സോഷ്യൽ കണ്ടീഷൻ ആണെങ്കിലും കൾച്ചറൽ കണ്ടീഷൻ ആണെങ്കിലും എന്താണെങ്കിലും നമുക്ക് എന്താണെങ്കിലും കമ്പ്യൂട്ടർ യുഗം, നമ്മുടെ യുഗത്തിനെ തന്നെ പേരെന്താണ്, കമ്പ്യൂട്ടർ യുഗം എന്നാണ് പറയുന്നത് അല്ലേ. നേരത്തെ നമ്മൾ കുറേ പോയിന്റ്സ് നമ്മുടെ മിസ്സിന് കഴിഞ്ഞ പോയ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. വെതർ, നമ്മുടെ റിസർച്ച് സെക്ടർ, ഗവേഷണ രംഗത്ത്, നമ്മുടെ ക്ലൈമറ്റ് കണ്ടീഷൻസിൽ, നമ്മുടെ റിസോഴ്സസിൽ, നമ്മുടെ എന്താ പറയുക പ്രതിരോധത്തിൽ, നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻസ് നമ്മളൊരു രാജ്യത്ത് ജീവിക്കുമ്പോൾ നമുക്ക് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ആക്രമണങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ യുദ്ധങ്ങളോ രൂപത്തിലും പല രൂപത്തിൽ നമുക്ക് എന്ത് വരാം, പല പ്രതിസന്ധികളും അല്ലേ, പ്രതിസന്ധികളും വരും. അപ്പോൾ നമ്മുടെ പ്രതിരോധ മേഖല ഇടപെട്ടിട്ടാണ് പല പ്രതിസന്ധികളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക. ഒന്നാം നമുക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ആ കോൺസ്റ്റിറ്റ്യൂഷൻ നരേന്ദ്രമോദി എന്നുള്ള ഒരു പ്രധാനമന്ത്രി നമുക്കറിയാം, അദ്ദേഹമാണ് അതൊക്കെ നിയന്ത്രിക്കുന്നത് അല്ലേ, പ്രതിരോധ മേഖല. അപ്പോൾ ആ മേഖലയിൽ വരെ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ പെട്ടെന്ന് കമ്പ്യൂട്ടർ നോക്കുമ്പോഴാണ് മറ്റുള്ള രാജ്യങ്ങൾ നമ്മളെ ആക്രമിക്കാൻ വരുന്നതും നമ്മൾ സേവ് ആയി നിൽക്കുന്നതും നമ്മൾ എന്ത് ചെയ്യുന്നതും എന്തൊക്കെ ചെയ്യണം, പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യണം, തിരിച്ചാക്രമിക്കണം. ഇല്ലെങ്കിൽ നമുക്കറിയാം നമ്മളെ ഒരുവിധ ആളുകളൊക്കെ ഫോണിൽ സ്റ്റാറ്റസ് വെച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നില്ല, അന്ന് മരിച്ച ഒരു സൈനികർ അല്ലെ, ആ ഒരു കുടുംബത്തിന് അതിൻ്റെ പേരെന്തായിരുന്നു, സിന്ദൂരപ്പൊട്ട് ഓപ്പറേഷനോ സിന്ദൂര ഓപ്പറേഷൻ എന്തോ ആണല്ലേ, നമ്മുടെ എന്താ പറയുക പട്ടാളക്കാരുടെ ഭാര്യമാരുടെ സിന്ദൂരം അയച്ചത്, സിന്ദൂരരേഖ എന്ന് പറഞ്ഞത് എന്തോ ഒരു സിന്ദൂരമായിട്ട് ബന്ധപ്പെട്ട ഒരു പേരാണ് അന്ന് എന്തിന് ആ ഒരു ഓപ്പറേഷന് നൽകിയത്. ആ ഓപ്പറേഷൻ നമ്മൾ ഇവിടെ പറയാൻ എന്താ കാരണം, ഇതെല്ലാം ആ ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നമ്മൾ ഗവൺമെന്റിന് ചെയ്യാൻ പറ്റിയത് കമ്പ്യൂട്ടർ എന്നുള്ള ടെക്നോളജി, അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടർ അത്രയും സ്പ്രെഡ് ആയതുകൊണ്ടും പെട്ടെന്ന് നമുക്ക് അവരുടെ യുദ്ധവിമാനങ്ങൾ ആകാശത്തിലേക്ക് വരും, നമുക്ക് പെട്ടെന്ന് യുദ്ധത്തിലേക്ക് അടുക്കും, നമുക്ക് അപകടം എങ്ങനെയാണ് പെട്ടെന്ന് വന്ന് നമുക്ക് മനസ്സിലാക്കാനൊക്കെ ഈ റഡാർ സംവിധാനങ്ങളും ഒക്കെ മനസ്സിലായത് ഒരു കമ്പ്യൂട്ടർ കൊണ്ടാണ് അല്ലേ. കമ്പ്യൂട്ടർ മുഖേനയാണ് അല്ലെങ്കിൽ ഈ ഒരു ടെക്നോളജി മുഖേനയാണ് നമുക്ക് പെട്ടെന്ന് മറ്റൊരു രാജ്യത്തെ ആക്രമണവും നമുക്ക് പ്രതിരോധിച്ച് നിൽക്കാനുള്ള ഒരു ഇതൊക്കെ കിട്ടുന്നത്. ഓക്കെ, അത് ഓരോരോ കമ്പ്യൂട്ടർ മുഖേനയാണ്. നമുക്കറിയാം മൈക്രോ കമ്പ്യൂട്ടർ, സൂപ്പർ കമ്പ്യൂട്ടർ, കുറേ കമ്പ്യൂട്ടറിനെ പറ്റി നമ്മൾ പറഞ്ഞു. അപ്പോൾ ഓൺ ദി ബേസിസ് ഓഫ് ഡാറ്റാ ബേസ്ഡ് കമ്പ്യൂട്ടർ അല്ലേ, ഡാറ്റാ ബേസ്ഡ് കമ്പ്യൂട്ടറിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ്, ഹൈബ്രിഡ് കമ്പ്യൂട്ടർ, ഡിജിറ്റൽ കമ്പ്യൂട്ടർ ആൻഡ് അനലോഗ് കമ്പ്യൂട്ടർ. ഓക്കെ, ഓൺ ദി ബേസിസ് ഓഫ് ഡാറ്റ ഹാൻഡ്ലിംഗ് ടെക്നോളജി യൂസ്ഡ് അല്ലേ, ഹാൻഡ്ലിംഗ് ടെക്നോളജി ബേസ്ഡ് കമ്പ്യൂട്ടറിൽ പറഞ്ഞത് ഇതിൽ പ്രധാനമായും 3 കമ്പ്യൂട്ടറാണുള്ളത്. ദ ബേസിസ് ഓഫ് ഡാറ്റ ടെക്നോളജി ബേസ്ഡ് കമ്പ്യൂട്ടർ, ദ ബേസിസ് ഓഫ് ഡാറ്റ ഹാൻഡ്ലിംഗ് ടെക്നോളജി ഇതിൽ ദ ബേസിസ് ഓഫ് ഡാറ്റ ഹാൻഡ്ലിംഗ് ഉണ്ട്. മിസ് നിങ്ങൾക്കറിയാം നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടതാണ്. ഡാറ്റ ഹാൻഡ്ലിംഗ് ബേസ്ഡ് കമ്പ്യൂട്ടറിൽ പ്രധാനമായും അനലോഗ് കമ്പ്യൂട്ടർ, ഡിജിറ്റൽ കമ്പ്യൂട്ടർ ആൻഡ് ഹൈബ്രിഡ് കമ്പ്യൂട്ടർ. ഇതൊക്കെ നമുക്ക് എസ്സേ ക്വസ്റ്റ്യൻ വരും, ഷോർട്ട് എസ്സേ വരും, പിന്നെ പോയിന്റ് ബേസ് ചോദിക്കും. ഇത് ഓരോന്ന് ചിലപ്പോൾ 2 മാർക്കിന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അനലോഗ് കമ്പ്യൂട്ടർ അതിനനുസരിച്ച് പഠിക്കുക, ഡിജിറ്റൽ കമ്പ്യൂട്ടറുടെ ക്യാരക്ടറിസ്റ്റിക്സ് അത് അങ്ങനെ പഠിക്കുക, ഹൈബ്രിഡ് കമ്പ്യൂട്ടർ അതിനനുസരിച്ച് പഠിക്കുക. ഓക്കെ, അപ്പോൾ ദ ബേസിസ് ഓഫ് ഡാറ്റ ബേസ്ഡ് കമ്പ്യൂട്ടർ അനലോഗ്, ദ ഫസ്റ്റ് ഈസ് അനലോഗ് കമ്പ്യൂട്ടർ, സെക്കൻഡ് ഡിജിറ്റൽ കമ്പ്യൂട്ടർ, തേർഡ് ഈസ് ഹൈബ്രിഡ് കമ്പ്യൂട്ടർ. ഓക്കെ, ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് നെക്സ്റ്റ് ഈ ഹൈബ്രിഡ് കമ്പ്യൂട്ടറിൽ നമുക്ക് എന്താ ഫസ്റ്റ് നമ്മുടെ അനലോഗ് കമ്പ്യൂട്ടർ മിസ് വായിച്ചുതരാം. അനലോഗ് കമ്പ്യൂട്ടർ ഈസ് എ ടൈപ്പ് ഓഫ് കമ്പ്യൂട്ടർ വിച്ച് യൂസസ് ആൻഡ് കണ്ടിന്യൂസ്ലി ചേഞ്ചബിൾ ആസ്പെക്ട്സ് ഓഫ് ഫിസിക്കൽ ഫാക്ട്സ് സച്ച് ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ ഓർ ഹൈഡ്രോളിക് ക്വാണ്ടിറ്റീസ് ഓഫ് മോഡൽ പ്രോബ്ലം ബീങ് സോൾവ്ഡ്. ഏതൊക്കെ മേഖലയിലെ പ്രോബ്ലംസ് ആണ് ഈ ഒരു അനലോഗ് കമ്പ്യൂട്ടർ മുഖാന്തരം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നത്? ഒന്നാമത് മെക്കാനിക്കൽ സെക്ഷനിൽ, ഹൈഡ്രോളിക് സെക്ഷനിൽ ആൻഡ് ഫിസിക്കൽ ഫാക്ട് ഓഫ് ഇലക്ട്രിക്കൽ section and mechanical section and hydraulic quantities model of problem being solved. Anything that is variable with respect of time and computer can be claimed analog, just like an analog clock measures time to distance of traveled for the spoke of the clock around the circular dial. Okay, next ഡിജിറ്റൽ കമ്പ്യൂട്ടർ. ഡിജിറ്റൽ നമുക്കറിയാം അല്ലേ, എണ്ണം. ഡിജിറ്റൽ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ യുഗത്തിൽ ഡിജിറ്റൽ കമ്പ്യൂട്ടറിന് പ്രാമുഖ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. Digital computers take input data in form of numbers or perform arithmetic and logical operation to get the results. Computers take input data in form of numbers and perform arithmetic and logical operation to get the result. These computers are high speed and very autocrat.
ഡിജിറ്റൽ കമ്പ്യൂട്ടർ എന്താണ്, വെരി ഹൈ സ്പീഡായിരിക്കും, വെരി ഹൈ സ്പീഡ് ആൻഡ് അക്യുറേറ്റ് ആയിരിക്കും അല്ലേ. അപ്പം പെട്ടെന്ന് കിട്ടുന്ന പുതിയ പുതിയ ഡാറ്റാസൊക്കെ പെട്ടെന്ന് അക്യുറേറ്റ് ചെയ്യുക, അതായത് പെട്ടെന്ന് പിടിച്ചെടുക്കാൻ പറ്റുന്ന സ്പീഡുള്ള ഒരു കമ്പ്യൂട്ടറാണ് ഡിജിറ്റൽ കമ്പ്യൂട്ടർ. ഓക്കെ, ദ കമ്പ്യൂട്ടർ ആർ ഹൈ സ്പീഡ് ആൻഡ് വെരി ആക്യുറേറ്റ് ആൻഡ് ഡിജിറ്റൽ കമ്പ്യൂട്ടേഴ്സ് കൗണ്ട് ആൻസേഴ്സ് ഓഫ് ക്വസ്റ്റ്യൻ ആൻസർ ഓഫ് പേപ്പർ ഹൗ മെനി. ഡിജിറ്റൽ computers count answer the question by the answer how many and it can be used performing mathematical calculation. ഇതിൽ ഡിജിറ്റൽ കമ്പ്യൂട്ടറിൽ അത് ഡിജിറ്റൽ എന്നാണ് എണ്ണുക എന്നാണല്ലോ, ഒരു കാൽക്കുലേഷനായിട്ട് ബന്ധപ്പെട്ട പേരാണ് ഇത് ഡിജിറ്റൽ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അക്കൗണ്ടിങ് സിസ്റ്റത്തിലാണ് ഇത് ഉപയോഗിക്കുക, നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ ഡിജിറ്റൽ എന്ന് കാണുമ്പോൾ അക്കൗണ്ടിങ്, നിങ്ങൾ അക്കൗണ്ടിങ് സെക്ഷൻ, അപ്പോൾ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ മാത്സ് ആയിരിക്കും. അപ്പോൾ എന്തായിരിക്കും ഇത്, കാൽക്കുലേഷൻ, മാത്സ് രംഗത്ത് അല്ലേ, മാത്സായിട്ട് ബന്ധപ്പെട്ട ഒരു ഇതിൽ നമുക്ക് എന്തുപയോഗിക്കാം, ഡിജിറ്റൽ കമ്പ്യൂട്ടറാണ് മാത്സായി ബന്ധപ്പെട്ടതിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, it's continuous. Then digital computer next പറയുന്നത് it's a mathematical calculations, organizing and analyzing data, controlling industrial and other process. ഇൻഡസ്ട്രിയൽ പ്രോസസ്സിലും ഡിജിറ്റൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത്, അതിലും കുറേ എണ്ണാനും അക്കൗണ്ട്സ് ഒക്കെ ഉണ്ടാവും അല്ലേ, എല്ലാത്തിലും അക്കൗണ്ട്സ് ഉണ്ടാവും. അക്കൗണ്ട്സ് മീൻസ് കണക്ക്, മാത്സ്. അപ്പോൾ ഹോസ്പിറ്റൽ കേസ് ആണെങ്കിലും എത്ര രോഗികൾ, എത്ര ഹൗ മെനി ഷീറ്റ്സ്, എത്ര കേസ് ഷീറ്റ്, എത്ര കേസ് ഫയൽ, എത്ര റിസൾട്ട്, ലാബ് റിസൾട്ട്, ലാബ് റിപ്പോർട്ട്സ്, അങ്ങനെയുള്ള എല്ലാ അക്കൗണ്ട്, അതായത് മിസ് പറഞ്ഞത് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലെ അക്കൗണ്ട്സ് അങ്ങനെയും ആവാം, എന്താവാം, ഡിജിറ്റൽ കമ്പ്യൂട്ടർ അക്കൗണ്ട്സ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഇൻഡസ്ട്രിയൽ മാത്രം. പക്ഷെ നിങ്ങളുടെ സിലബസിൽ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇൻഡസ്ട്രിയൽ അക്കൗണ്ട്സിൽ എന്ത് ഉപയോഗിക്കുന്നു, ഡിജിറ്റൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നു. അതായത് മാത്സ്, കാൽക്കുലേഷൻ എന്നിവ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഡിജിറ്റൽ കമ്പ്യൂട്ടർ. നെക്സ്റ്റ് ഹൈബ്രിഡ് കമ്പ്യൂട്ടർ. വാട്ട് ഈസ് ഹൈബ്രിഡ് കമ്പ്യൂട്ടർ? ഡിജിറ്റൽ കമ്പ്യൂട്ടർ മിസ് ജസ്റ്റ് ഒന്നും കൂടി വായിച്ചതാ. ഇറ്റ്സ് വേറൊരു പോയിന്റ് ഉണ്ട്, ഔട്ട്പുട്ട് ഓൺലി വെൻ ദ കമ്പ്യൂട്ടേഴ്സ് ആർ കംപ്ലീറ്റഡ്. എക്സാമ്പിൾ ഡിജിറ്റൽ കമ്പ്യൂട്ടർ ആർ ഡെസ്ക്ടോപ്പ് ആൻഡ് നോട്ട്ബുക്ക് വർക്ക് ആൻഡ് സ്റ്റേഷൻ, സ്മാർട്ട് ഫോൺ അല്ലേ. അത് സ്മാർട്ട് ഫോണിലേക്ക് എന്താക്കാം, കണക്ട് ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതിപ്പോൾ എന്തായാലും നമുക്ക് ഉപയോഗിക്കാൻ പറഞ്ഞെന്നുള്ളൂ. നെക്സ്റ്റ് നമ്മൾ ഹൈബ്രിഡ് കമ്പ്യൂട്ടർ. വാട്ട് ഈസ്, അപ്പോൾ ഇതെല്ലാം എന്താ, ഓൺ ദി ബേസിസ് ഓഫ് എന്താ നമ്മൾ പറഞ്ഞ ടെക്നോളജി, ഓൺ ദി ബേസിസ് ഓഫ് ഹാൻഡ്ലിംഗ് ഓഫ് ടെക്നോളജിയിലുള്ളതാണ് കേട്ടോ. ഇതെല്ലാം നമ്മൾ മിസ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹൈബ്രിഡ് കമ്പ്യൂട്ടർ ഈസ് എ ഡിജിറ്റൽ കമ്പ്യൂട്ടർ ആബ്സെറ്റ് അലോങ് സിഗ്നൽസ് കവേർഡ്സ് ദം ഡിജിറ്റൽ ആൻഡ് പ്രോസസിംഗ് ദം ഡിജിറ്റൽ ഫോം. ഹൈബ്രിഡ് സിഗ്നൽസ് ആണ് ഇതിൽ അധികം ഉപയോഗിക്കുന്നത്. ഹൈബ്രിഡിൽ സിഗ്നൽസ് ആണ്. അപ്പോൾ ഓരോന്നിനും ഓരോ പ്രത്യേകത ഉണ്ട്, അത് ശ്രദ്ധിക്കുക കേട്ടോ. ഇവിടെ എന്താണ്, സിഗ്നലാണ്, സിഗ്നൽസ് ആണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ഹൈബ്രിഡ് കമ്പ്യൂട്ടറിൽ സിഗ്നൽസ് ആണ് ഉപയോഗിക്കുന്നത്. ദീസ് കമ്പ്യൂട്ടേഴ്സ് പ്രോസസ് ദ അനലോഗ് സിഗ്നൽസ് വിച്ച് ഹാവ് ബീൻ കൺവേർട്ടഡ് ഇൻ ടു ഡിസ്ക്രീറ്റ് നമ്പേഴ്സ്. അനലോഗ് ടു ഡിജിറ്റൽ converts are used to convert analog signal into digital signal. Of these computers are used in radar, for example Central National Defense and passengers flight radar system. radar flight, അതായത് ഹൈബ്രിഡ് സിസ്റ്റം, ഫ്ലൈറ്റ് സംബന്ധമായ FLIG ഫ്ലൈറ്റ്. ഓക്കെ, ഫ്ലൈറ്റിലും പിന്നെ റഡാർ, അതായത് റഡാർ സന്ദേശങ്ങൾ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ, റഡാർ സന്ദേശങ്ങൾ. ഈ ഹൈബ്രിഡ് കമ്പ്യൂട്ടറിൽ ഏറ്റവും നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾക്ക് എക്സാം എഴുതുമ്പോൾ ഈ ഹൈബ്രിഡ് കമ്പ്യൂട്ടറിൽ നിങ്ങൾക്ക് നല്ലൊരു എക്സാമ്പിൾ കൊടുക്കാം. എക്സാമ്പിൾ കൊടുക്കാമെന്നാണ് മിസ് ഉദ്ദേശിച്ചത്. ഓക്കെ, എക്സാമിന് എന്ത് എക്സാമ്പിൾ കൊടുക്കാം, ഏത് സെക്ഷനിലാണ് മിസ് പറഞ്ഞത്, ഹൈബ്രിഡ് കമ്പ്യൂട്ടർ റഡാറും ഫ്ലൈറ്റും ആയിട്ട് ബന്ധപ്പെട്ട റഡാർ സന്ദേശങ്ങളും ആകാശത്തുള്ള പെട്ടെന്ന് എന്തെങ്കിലും അപകടം കിട്ടുന്ന റഡാറൊക്കെ കിട്ടുന്ന ആ ഒരു ഏരിയയാണ് ഹൈബ്രിഡ് കമ്പ്യൂട്ടർ. അതിന് എക്സാമ്പിൾ നിങ്ങൾക്ക് സുഖമായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണ്. അതായത് അഹമ്മദാബാദ് ഫ്ലൈറ്റ് അല്ലേ, ഫ്ലൈറ്റ് എന്തായി, തകർന്നു പോയി അല്ലേ, ഡിസ്ട്രോയ് മീൻ, അതായത് എന്തൊക്കെയോ ഭയങ്കരമായിട്ട് മൊത്തം സീറോ ആയി, അതായത് ഫുൾ ഒരു യാത്രക്കാരൻ രക്ഷപ്പെട്ടു നമുക്കറിയാം. അതായത് അഹമ്മദാബാദ് ഫ്ലൈറ്റ് അപകടം, ആക്സിഡൻറ്റ് ഓഫ് അഹമ്മദാബാദ് ഫ്ലൈറ്റ് ആക്സിഡൻറ്റിൽ
ആക്സിഡൻറ്റ് നമുക്ക് ഇവിടെ എക്സാമ്പിൾ ആയിട്ട് കൊടുക്കാം. ആ റഡാർ സന്ദേശം പെട്ടെന്ന്, അതായത് ആ ഒരു ഫ്ലൈറ്റ് എന്താ, ആ ഫ്ലൈറ്റ് ജസ്റ്റ് അത് ഫ്ലൈറ്റ് ഗ്രൗണ്ടിലേക്ക് ഇറക്കാൻ പോകുന്ന എന്തോ സമയത്താണ്, ഏതൊരു ഹോസ്റ്റലിൻ്റെ മുകളിലേക്കാണ് ഫ്ലൈറ്റ് എന്ത് ചെയ്തത്, പെട്ടെന്ന് മൂവ് ചെയ്തതും. ഒരു ജസ്റ്റ് നമുക്ക് അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് നമുക്ക് ഓരോരോ ചാനലിൽ കാണിക്കുന്നുണ്ട്. ഒരു മരത്തിൻ്റെ അടുത്ത് ഹോസ്റ്റലിന് മുകളിൽ ഒരു ജസ്റ്റ് ഇലകൾ നിന്ന് ബാക്കിൽ നിന്നാണ് അത് കത്തിപ്പടരുന്നത് അല്ലേ. അപ്പം റഡാർ സന്ദേശങ്ങൾ പെട്ടെന്ന് ആർക്ക് കിട്ടിയിട്ടില്ല, ഓരോ ഫ്ലൈറ്റ് നമ്മുടെ ആകാശത്തിലൂടെ നമ്മുടെ സ്കൈയിലൂടെ ഓരോ ഫ്ലൈറ്റ് ഓരോ എന്താ പറയുക, ഓരോ കാൽക്കുലേഷൻസ് ഉണ്ടല്ലേ, ഇത്ര ഇതിനുള്ളിൽ ഫ്ലൈറ്റ് പൊങ്ങി പറക്കാവൂ, അതായത് അത് ലോഞ്ച് ചെയ്യുമ്പോൾ അതിൻ്റെതായ ഓരോ പ്രശ്നങ്ങൾ, ഓരോ മാത്തമാറ്റിക്സ് കാൽക്കുലേഷൻസ് ഉണ്ട് ഓരോന്നിനും. അതിനെന്തുണ്ട്, റഡാർ സംവിധാനങ്ങളുണ്ട്. അപ്പോൾ റഡാർ സന്ദേശങ്ങളാണ് കമ്പ്യൂട്ടർ വഴി ഇവിടെ നിൽക്കുന്ന ഓഫീസിലുള്ള, അതായത് ഇനിയിപ്പോൾ കരിപ്പൂർ വിമാനത്താവളത്തിലാണ് ഒരു ഫ്ലൈറ്റ് ഇറങ്ങുന്നതെങ്കിൽ നമ്മുടെ കോഴിക്കോട് കരിപ്പൂർ വിമാനത്താവളത്തിലെ ഓഫീസിലെ അത് ഫ്ലൈറ്റിൻ്റെ ആ ചാർട്ടൊക്കെ നോക്കുന്ന അവിടെ ഓഫീസ് റഡാർ സംവിധാനങ്ങളുണ്ട്. അപ്പോൾ എന്തെങ്കിലും അപകടം വരുമ്പോൾ ഇവർക്ക് കിട്ടും, ആ സിഗ്നൽ ഇവർക്കാണ് കിട്ടുന്നത്. പക്ഷെ അഹമ്മദാബാദ് ആക്സിഡൻറ്റിൽ പെട്ടെന്ന് ആ സിഗ്നൽ കിട്ടാതെ പോയതും, പെട്ടെന്ന് ആ ആക്സിഡൻറ്റിലുള്ള ഒരു ദുരൂഹത എന്ന് പറയാം, അത് കണ്ടുപിടിക്കാൻ ഇപ്പോഴും നമ്മുടെ ചാനൽസ് പ്രത്യേകം ഇപ്പോഴും അത് പുറത്ത് വിട്ടിട്ടില്ല. എങ്ങനെയാണ് അഹമ്മദാബാദ് ആക്സിഡൻറ്റ് ഉണ്ടായത് എങ്ങനെയാണെന്ന് ഇപ്പോഴും മനസ്സിലായിട്ട്, ഫ്ലൈറ്റ് പെട്ടെന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് അത് പെട്ടെന്ന് ആ റഡാർ, അതിലെന്തോ ഒരു റഡാർ സന്ദേശം കിട്ടാത്തതോ ഇവർക്കത് മനസ്സിലാവാത്തതോ അങ്ങനെ വരാൻ വഴിയില്ല എന്നൊക്കെയാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. ആ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് ഹൈബ്രിഡ് കമ്പ്യൂട്ടർ സിഗ്നലിൽ കൊടുത്താൽ, ഹൈബ്രിഡ് കമ്പ്യൂട്ടർ റഡാർ എന്നുള്ള ഈ ഒരു എന്താ പറയുക, ദ ബേസിസ് ഓഫ് ഡാറ്റ ടെക്നോളജിക്കൽ ബേസ്ഡ് കമ്പ്യൂട്ടറിലെ മൂന്നാമത്തെ ഡിവൈഡായ ഹൈബ്രിഡ് കമ്പ്യൂട്ടറിൽ നിങ്ങൾക്ക് കറക്റ്റ് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന, അതായത് അപ് ടു ഡേറ്റ് ആയിട്ട് എക്സാമ്പിൾ കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾ അഹമ്മദാബാദ് ഫ്ലൈറ്റ് ആക്സിഡൻറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, ഹൈബ്രിഡ് കമ്പ്യൂട്ടർ എന്നുള്ള ഒരു ഭാഗത്ത് നിങ്ങൾ എക്സാമ്പിൾ ആയിട്ട് കൊടുക്കണം. അത് ഇപ്പോൾ ഇത് സിലബസിലില്ല, കാരണം ഇത് കഴിഞ്ഞ ആഴ്ച, അതായത് അപ് ടു ഈ ആഴ്ച തന്നെ അല്ലേ എന്ന് പറയാം, അത്രയും അടുത്ത് നടന്നൊരു ആക്സിഡൻ്റ് ആണ്. അപ്പോൾ ഇത് സിലബസിൽ ആക്സിഡൻറ്റ് കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ കുറച്ചും കൂടി എന്താ അപ്ഡേറ്റ് ന്യൂസ് കവർ ചെയ്ത ആൾക്കാരാണെന്ന് ഇൻവിജിലേറ്റർ, അതായത് നിങ്ങളെ പേപ്പർ വാല്യൂ ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങളെപ്പറ്റി നല്ലൊരു മതിപ്പുണ്ടാവും. അപ്പോൾ ഇവർക്ക് അറിയുന്ന ആളാണ്. അപ്പോൾ ഈ ഒരു ഹൈബ്രിഡ് കമ്പ്യൂട്ടറിൽ നിങ്ങൾ എക്സാമ്പിൾ ആയിട്ട് അഹമ്മദാബാദ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും കുറച്ചുകൂടി മാർക്ക് സ്കോർ ചെയ്യാനും പേപ്പറിന് കുറച്ചുകൂടി വാല്യൂ കിട്ടും. അപ്പോൾ ഈ 3 അനലോഗ് കമ്പ്യൂട്ടർ ആൻഡ് ഡിജിറ്റൽ കമ്പ്യൂട്ടർ, ഹൈബ്രിഡ് കമ്പ്യൂട്ടർ, ഇതിൽ സിഗ്നലാണ് ഫ്ലൈറ്റുമായി സംബന്ധിച്ച് നമ്മൾ ആകാശത്തിലെ ഫ്ലൈറ്റിലെ റഡാർ സംവിധാനങ്ങളും നമ്മൾ അവരുടെ സിഗ്നൽ ഇവിടെ ഓഫീസിൽ കിട്ടുന്നതും അങ്ങനെയാണ്. ശരിക്കും ഒരു ഫ്ലൈറ്റിൻ്റെ ഒരു അങ്ങനെ തന്നെയാണ്. അപ്പോൾ എന്തോ അപകടത്തിന് ദുരൂഹത നമുക്ക് ഈ അഹമ്മദാബാദ് ഫ്ലൈറ്റ് ആക്സിഡൻറ്റ് എന്താ ഇപ്പോഴും നമുക്ക് മനസ്സിലായിട്ടുള്ള ദുരൂഹതയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അത് ഇതിൽ ചേർക്കുക. ഓക്കെ, മീൻസ് ജസ്റ്റ് ഹൈബ്രിഡിലെ ഒന്നും കൂടി വായിച്ചാൽ, ദീസ് കമ്പ്യൂട്ടേഴ്സ് ചോസ് ഇൻ പ്രോസസ് ഓഫ് അനലോഗ് ഓർ സിഗ്നൽ which have converted to discrete numbers. Analog to digital converts are used to flight and analog signal to digital signal. These computers are used to radar signals. റഡാർ സിഗ്നൽസിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ എന്ത് ഉപയോഗിക്കുന്നത്, ഈ ഒരു ലാസ്റ്റ് പറഞ്ഞ ഹൈബ്രിഡ് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഹൈബ്രിഡ് കമ്പ്യൂട്ടർ ഈസ് എ ഡിജിറ്റൽ കമ്പ്യൂട്ടർ. ഇതും എന്താണ്, ഡിജിറ്റൽ കമ്പ്യൂട്ടറാണ്. നമ്മൾ ഡിജിറ്റൽ കമ്പ്യൂട്ടറിനെ പറ്റി അക്കൗണ്ടിങ്ങിലാണ്, മാത്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാൽക്കുലേഷനിലാണ് ഡിജിറ്റൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓരോന്ന് പ്രത്യേകം നിങ്ങൾ മനസ്സിലേക്ക് ഈ മിസ്സിലെ ക്ലാസ് കേൾക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിൽ ഉറപ്പിക്കണം. ക്ലാസ് മിസ് റിപ്പീറ്റ് ചെയ്ത് പറയുന്ന ഓരോ പോയിന്റ്സ് മാത്രം നമ്മൾ കവർ ചെയ്ത് പോകുന്നുള്ളൂ. എക്സാം ബേസ്ഡ് ആണ്, എക്സാം ഓറിയൻറ്റഡ് ക്ലാസ് ആണ്. അതുകൊണ്ട് തന്നെ ഡിജിറ്റൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലേക്ക് വരണം, എണ്ണങ്ങൾ, അതായത് നമ്മൾ ഡിജിറ്റൽ മീൻസ് എണ്ണുന്ന ഒരു അക്കൗണ്ട് സെക്ഷനാണ് ഓർമ്മ വരേണ്ടത്. അപ്പോൾ ഡിജിറ്റലിൽ നമ്മൾ അക്കൗണ്ട് സെക്ഷൻ ആണല്ലോ മിസ് അന്ന് അതാണല്ലോ എന്നുള്ളത് നീ ഇപ്പോൾ കാണാതെ മറന്നുപോയാലും ഓർമ്മയിൽ എന്ത് വേണം, ഈ ഒരു ക്ലാസ് കേൾക്കുമ്പോൾ നിങ്ങൾ മനസ്സിൽ ഓർത്ത് വരണം. മിസ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് വേർഡ് നിങ്ങൾക്ക് ഓർമ്മ വേണം, ഡിജിറ്റൽ ഓർമ്മ, അക്കൗണ്ടിങ് ഓർമ്മ വേണം. അപ്പോൾ മാത്സ് ഓർത്താൽ മതി. ഹൈബ്രിഡ് പറയുമ്പോൾ മിസ്സാണ് അഹമ്മദാബാദ് ഫ്ലൈറ്റ്, അപ്പോൾ റഡാറാണ്. അങ്ങനെ ഓരോന്ന് റിലേറ്റഡ് ആയിട്ട് നിങ്ങളിത് ഓർത്ത് വെക്കണം. അപ്പോൾ ഈ ഒരു എക്സാമിന് ഈ ക്വസ്റ്റ്യൻ വന്നാൽ നിർബന്ധമായിട്ടും ഫുൾ മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്തേ പറ്റൂ. ഓക്കെ.